ഒരു സൂപ്പർ ബിസി ആയിട്ടുള്ള ഒരു ദിവസം. എന്നാ അതിൻ്റെ കൂടെ പെർഫോമൻസും കൂടെ ചെയ്യണ്ടിക്കല്ലോ. ആ ഒരു ഡേ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു 7:30 സമയമാണ് രാവിലെ. രാത്രി 12 മണിയാകും തിരിച്ചെത്താമെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ മുട്ടയും കുറച്ചധികം ഫ്രൂട്ട്സും ഒക്കെ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ലഞ്ചിൻ്റെ കൂടെ തന്നെ. 6 മണിയാകുമ്പോഴെങ്കിൽ എനിക്ക് വെന്യൂലെത്തണം. 8 മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിനിടയിൽ എനിക്കൊരു പാർട്ട് ഓഫ് ആങ്കറിങ്ങും പിന്നെ ഇവരുടെ ഒരു ഗുഫ്താഗു എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ തന്നെ ഞാനൊരു വൺ ഓഫ് ദ ഗസ്റ്റും കൂടെ ആയിരുന്നു. അപ്പോൾ എനിക്കധികം ലേറ്റ് ആകാൻ വേണ്ടി പറ്റില്ല. സോ 6-ന് അവിടെ ഞാൻ എത്തണം എന്നുണ്ടെങ്കിൽ ഞാനൊരു 5:20-ക്കെങ്കിൽ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങണം. യൂണിവേഴ്സിറ്റിയിൽ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ ഡാൻസിന് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു 8:45 ആകുമ്പം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. മെയിൽസോട് മെയിൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക, അതിൻ്റെ ഇടയിൽ കുറച്ച് ലാബ് വർക്ക്, അങ്ങനെയൊന്നും പറയണ്ട. ബട്ട് സംഹൗ ഐ മാനേജ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി യൂണിവേഴ്സിറ്റി ബൈ 5:20. ഇതാണ് പരിപാടി നടക്കുന്ന സ്ഥലം. ഈ കോളേജ് വർക്ക്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കധികം പ്രിപ്പയർഡ് ഒന്നും ആവാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ചെറിയൊരു ആങ്കറിങ് പോർഷൻ ഉള്ളതൊന്നും ഞാൻ അത്ര പ്രിപ്പയർഡ് ആയിരുന്നില്ല. പിന്നെ അത് കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റി. ഞാനൊരു സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റെഡി ആവുന്നതിൻ്റെ ഇടയിൽ. പിന്നെ ഇവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഗുഫ്തഗു എന്ന് പറയും. അതൊരു റൗണ്ട് ടേബിൾ മാതിരിയുള്ളൊരു സംഭവമായിരുന്നു. ഒരു 6 ആർട്ടിസ്റ്റോളം ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഈ ഡാൻസിനെ കുറിച്ചും അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു പരിപാടിയാണ്. അതിലെനിക്ക് മനസ്സിലാവാഞ്ഞത് എന്നെ എന്തിനാണ് അവരതിൽ ഇൻവൈറ്റ് ചെയ്തതെന്നാണ്. ബിക്കോസ് ഓൾ ദി അതർ പേഴ്സൺസ് അതിലുള്ള ആൾക്കാരൊക്കെ തന്നെ പ്രൊഫഷണലായിട്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഐ ഡിഡ്ന്റ് ഗെറ്റ് എൻ ഐഡിയ വൈ ഡിഡ് ദേ ചൂസ് മീ എന്നുള്ളത്. ഞാനാണെങ്കിൽ സൂപ്പർ ഡൂപ്പർ ടയേർഡ് ആയിരുന്നു. കാരണം രാവിലത്തെ യൂണിവേഴ്സിറ്റി വർക്ക്, അത് കഴിഞ്ഞിട്ടുള്ള ഡാൻസ്, പിന്നെ എനിക്കന്ന് മൊത്തത്തിലൊരു ഭയങ്കര ബോഡി പെയിൻ ഒക്കെ എന്തൊക്കെയോ പോലെ ഉണ്ടായിരുന്നു. ഡോണ്ട് നോ വൈ. ബട്ട് എനിവേയ്സ് പ്രോഗ്രാമൊക്കെ അടിപൊളിയായിട്ട് പോയി. എല്ലാം ഇറ്റാലിയൻ ക്രൗഡായിരുന്നു സർപ്രൈസിംഗ്ലി ഉണ്ടായിരുന്നത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ചവരെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നു. കാരണം എല്ലാം എടുത്ത് വെച്ച് തിരിച്ചു വരുന്നത് എനിക്ക് നടക്കൂല. എനിക്ക് നെക്സ്റ്റ് ഡേ മീറ്റിങ്ങും കൂടി ഉള്ളതാണ്. ഏകദേശം എനിക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് പ്രീവിയസ് ഡേ തന്നെ ഞാൻ 2 ദിവസത്തെ മീൽ പ്രിപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് ഫുഡ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് കൊണ്ട് അതൊരു വലിയ ആശ്വാസമായിരുന്നു. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴുകി കളഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ബിക്കോസ് ലഞ്ച് ബോക്സ് ഒക്കെ കഴുകി വെക്കണമല്ലോ, എന്നാലേ എനിക്ക് നെക്സ്റ്റ് ഡേത്തെ ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ അതും ക്ലീനിങ് പരിപാടികളും പിന്നെ ഈ ലഞ്ചും ഒക്കെ പാക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ ആടി ആടി കളിക്കാന്ന് പറയില്ലേ, എനിക്കാണെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്ത് പോകാൻ തന്നെ ഭയങ്കര, നടക്കാനൊന്നും എനിക്ക് വയ്യായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നാൽ മതി എന്നായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കിടക്കേണ്ട സമയമായി. ഞാൻ കിടക്കുമ്പോഴേക്ക് 2:15 2:30 സമയമായിട്ടുണ്ടായിരുന്നു. കണ്ടോ? അപ്പോൾ ഒരു വളരെ ലോങ് ഡേ ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് ഡേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ചാओ ചാओ.